ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന സീരീസ് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ 10ാമത്തെ എപ്പിസോഡാണ്. ഇനി ഈ ആനിമി സീരീസിൽ 3 എപ്പിസോഡും കൂടെ വരാനുള്ളൂ. 13 എപ്പിസോഡേ വരുള്ളൂ എന്നാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവരൊരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ വന്നിരിക്കുവാണ്. എന്നിട്ട് അവിടെ വന്നിരുന്ന പാടെ ഉസാബി, നമുക്ക് ആദ്യം ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാം, ഇവിടുത്തെ സീ ഫുഡ് ഡിഷൊക്കെ നല്ല ടേസ്റ്റി ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അവന്റെ കൂടെ ഉള്ളവര്, ഡാ നീ ഇവിടെ തിന്നാൻ വേണ്ടി വന്നാണോ? നീ വന്നതേ ലേറ്റ് ആയിട്ടാണ് വന്നത്. എന്നിട്ട് ഉസാമി, എന്നോട് ക്ഷമിക്ക്, എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നേന്ന് സബാരുവിന്റെ അടുത്തും വഗൂരിന്റെ അടുത്തും ചോദിക്കുവാണ് ഉസാമി. സബാരു എന്നിട്ട് സാൻഡ്വിച്ച് ഞാൻ കഴിക്കാന്ന് പറയുവാണ്. വഗൂരിക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ് ആവുകയാണ്. എന്നിട്ട് അവള് റിൻഡാരോന്റെ അടുത്ത്, എന്താ നമ്മളിപ്പോ കഴിക്കാ, എന്താ ഓർഡർ ചെയ്യാന്ന് റിൻഡാരോന്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫുഡ് ഡിസൈഡ് ചെയ്യാണ്. അത് കാണുമ്പോ അയോട്ടയും നട്സുവയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉസാമി, നമുക്ക് വയറ് നിറയെ കഴിച്ചിട്ട് ഫുള്ളിരുന്ന് പഠിക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ പഠിക്കാനിരിക്കുമ്പത്തേനും സബാരു വഗൂരിനെ വിളിച്ചിട്ട്, അങ്ങോട്ട് നോക്ക്, ഉസാമിനെ നോക്ക്. എന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉസാമി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നട്സു അവന്റെ തലയിൽ തട്ടിയിട്ട്, ടാ എണീക്കടാ, നീ തമാശ കളിക്കില്ലേ. അപ്പൊ റിൻഡാരോ വഗൂരിന്റെ അടുത്ത്, അവൻ ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങാണ്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇപ്പൊ ഇങ്ങനെ ഉറങ്ങുന്നേ. അപ്പൊ വഗൂരിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. എന്നിട്ട് വഗൂരി ഉസാമിന്റെ അടുത്ത് പോയിട്ട്, ഉസാമി ഇങ്ങോട്ട് നോക്ക്, ഈ റെസ്റ്റോറന്റില് നിറയെ ഡിസേർട്ട് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഡിസേർട്ട് മൊത്തം വാങ്ങിച്ചു കഴിക്കാം. അത് കേൾക്കുമ്പോഴത്തേനും ഉസാമിക്ക് ഫുൾ എനർജി ആവുകയാണ്. എന്നാ നമുക്ക് തുടങ്ങി കളയാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവര്, ഇവര് രണ്ടുപേരും കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മയും കൊച്ചിനെയും പോലെയുണ്ട് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് വഗൂരി റിൻഡാരോന്റെ അടുത്ത്, നിനക്ക് ഏത് സ്ഥലത്താണ് ഡൗട്ട് ഉള്ളതെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ അതിന്റെ മുമ്പ് ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് തന്നെ എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് റിൻഡാരോ വഗൂരിന്റെ അടുത്ത് പറയുവാണ്. അത് കേൾക്കുമ്പോ വഗൂരി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. അപ്പൊ ആയോട്ട അവന്റെ ലഞ്ച് ബ്രേക്കില് ഇപ്പൊ കുറച്ചു നേരം ഇരുന്ന് പഠിക്കാറുണ്ട്, നിനക്കറിയോ? പെട്ടെന്ന് റിൻഡാരോ അവിടെ കിടന്ന് കാറുവാണ്, ഡാ എന്നെ കുറിച്ചെല്ലാം പറയാതെ. എന്നിട്ട് റിൻഡാരോ വഗൂരിനെ നോക്കിയിട്ട്, നീ എനിക്ക് സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ സ്വയം ഇരുന്ന് പഠിക്കുന്നത്. ഇനി ഏതെങ്കിലും ഭാഗത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നോട് ചോദിക്കാം. വഗൂരിക്ക് വളരെ സന്തോഷാവുകയാണ്. എന്നിട്ട് സബാരു പഠിക്കുന്ന കണ്ടിട്ട് ഉസാമി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സബാരു, എടാ നിനക്ക് എന്താ പറ്റിയേ? അപ്പൊ ഉസാമി, നിന്റെ അടുത്തിരിക്കുന്ന ആ വലിയ സാധനം എന്തുവാ? ഇതെന്റെ വർക്ക് ബുക്ക് ആണെന്ന് പറഞ്ഞിട്ട് സബാരു ഒരു വലിയ ഡിക്ഷണറി പോലത്തെ ഒരു ബുക്ക് എടുത്ത് കാണിക്കുവാണ്. എന്നിട്ട് ഉസാമി അവന്റെ വർക്ക് ബുക്ക് എടുത്ത് കാണിക്കുവാണ്, നോക്ക് ഇത് ഇത്രയും സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നേ. എന്നിട്ട് സബാരു അത് കണ്ട് നെട്ടുവാണ്. സബാരു ഇത്രയും ചെറിയ ബുക്ക് അവളുടെ മിഡിൽ സ്കൂളിന്റെ മുമ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അവര് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ റിൻഡാരോയ്ക്ക് ഒരു സ്ഥലത്ത് ഡൗട്ട് വരുവാണ്. റിൻഡാരോ വഗൂരിന്ന് വിളിച്ചിട്ട് നോക്കുമ്പോഴത്തേനും വഗൂരി ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് വഗൂരി പെട്ടെന്ന്, അയ്യോ എന്നെ വിളിച്ചായിരുന്നോ, ഞാൻ കേട്ടില്ലായിരുന്നു, എന്തേ എവിടെയെങ്കിലും നിനക്ക് മനസ്സിലാവാത്ത ഭാഗമുണ്ടോ? റിൻഡാരോ, ഇവിടെ എന്ന് പറഞ്ഞാ അവക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് റിൻഡാരോ വഗൂരിനെ പറ്റിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവള് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേസ് ആണ് അവൾക്ക് ഉണ്ടാവുക എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും വഗൂരി അവനത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിനക്കിത് മനസ്സിലായോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ, എനിക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇന്നും പറഞ്ഞു തരാന്ന് പറഞ്ഞ് വഗൂരി പിന്നെയും പറഞ്ഞു കൊടുക്കുവാണ്. ആ സമയം സബാരുവിന് ഒരു ഡൗട്ട് വരുവാണ്. അത് കാണുന്ന ഉസാമി, എന്തു പറ്റി? ഇല്ല, എനിക്കിവിടെ ഒരു ഡൗട്ട് വന്നു, അത് ചോദിക്കാനാണ്. അപ്പൊ ഉസാമി, എവിടെ, നോക്കട്ടെ. എന്നിട്ട് ഉസാമി അത് വാങ്ങിച്ചു നോക്കുമ്പോഴത്തേനും അവന് ഒന്നും കിട്ടുന്നില്ല അതിനകത്തുനിന്ന്. എന്നിട്ട് അവൻ തിരിഞ്ഞ് നട്സുവിന്റെ അടുത്ത് അയോട്ടന്റെ അടുത്ത്, നോക്കടാ ഇതിനകത്ത് എന്തോ മന്ത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയോട്ട, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കും ബുക്ക്. എന്നിട്ട് ഉസാമി, എന്നോട് ക്ഷമിക്ക് സബാരു, എനിക്കിതൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. എന്നിട്ട് നട്സുവ, ഏതാ പ്രോബ്ലം, ഏത് ഇക്വേഷൻ ആണെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് നട്സു അത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അത് കണ്ട് എല്ലാവരും നെട്ടുവാണ്. എന്നിട്ട് ഉസാമി തലയിൽ കൈയും വെച്ചിട്ട്, ഡാ നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കിക്കിയോലുള്ള പ്രോബ്ലം വരെ നീ സോൾവ് ചെയ്യാനായോ? അപ്പൊ നട്സു, ഇതിലൊക്കെ എന്തിരിക്കുന്നു? എന്നിട്ട് സബാരു, നീ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇത്രയും ഈസി ആയിട്ട് സോൾവ് ആക്കിയത്? എന്നിട്ട് നട്സു, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുവാണ്.
എന്നിട്ട് അയോട്ട ഇരുന്നിട്ട് ഡാ നിനക്ക് ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നെന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ. അപ്പൊ അവന്റെ തലയിൽ ഇടിവെട്ടുവാണ്. എന്ത് ഞാനോ? എന്നിട്ട് നട്സുവാ ഡാ റിൻഡാരോ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ റിൻഡാരോ ഒന്ന് പറഞ്ഞു കൊടുക്കടാന്ന് പറയുവാണ്. എന്നിട്ട് അടുത്തിരിക്കുന്ന രണ്ടുപേരും എടാ നീ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും, നീ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അവനെ ബുക്ക് വാങ്ങിച്ചിട്ട് വഗൂരി സബാരു ഇങ്ങോട്ട് നോക്ക്, ഞാനിപ്പോ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പൊ അവര് ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളില് എക്സ്പ്ലെയിൻ ചെയ്ത് തീരുവാണ്. എന്നിട്ട് നട്സോ നിങ്ങക്ക് മനസ്സിലായോ എന്ന് പറയുമ്പോഴത്തേനും വഗൂരിക്കും സബാരുവിനും ഒന്നും മണ്ടയിലൊന്നും കേറിയിട്ടുണ്ടാവില്ല. അത് കാണുമ്പോ നട്സോയ്ക്ക് ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് എല്ലാവരും ഇരുന്നിട്ട് എടാ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ സബാരു വഗൂരി ഇരുന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നെ പറഞ്ഞു തന്നാ മതി എന്നൊക്കെ പറയാണ്. എന്നിട്ട് നട്സോയ്ക്ക് ദേഷ്യം വന്നിട്ട് മതി ഞാൻ നിർത്തി, ഞാൻ ഇവിടുന്ന് പോണു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും സമാധാനപ്പെടുത്തുകയാണ്. എന്നിട്ട് ഉസാമി എഴുന്നേറ്റിട്ട് ദാ പോവല്, നമുക്ക് ഇവിടുന്ന് ഡെസേർട്ടൊക്കെ കഴിക്കേണ്ടതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സ്റ്റഡി ടൈമും കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു, അവരുടെ മാർക്കൊക്കെ വന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല മാർക്കോടുകൂടെ പാസ്സായിരിക്കുവാണ്. എന്നിട്ട് ഉസാമിയൊക്കെ സന്തോഷത്തിൽ തുള്ളിച്ചാടുവാണ് രണ്ടാം പ്രാവശ്യവും ജയിച്ചതിന്. എന്നിട്ട് ഉസാമി അവിടെ ഇരുന്ന് കരയുവാണ്. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ സമ്മർ വെക്കേഷൻ സ്കൂളിൽ വരാണ്ട് എൻജോയ് ചെയ്യാൻ പോകുന്നേ. അങ്ങനെ റിൻഡാരോയ്ക്കും വളരെ സന്തോഷാവുകയാണ്. അവന് നല്ല മാർക്കോട് കൂടി ആയിരിക്കും പാസ്സായിട്ടുണ്ടാവുക. എന്നിട്ട് ആ ക്ലാസ്സിൽ പാസ്സാവാത്ത രണ്ടുപേര് വന്നിട്ട് റിൻഡാരോന്റെ അടുത്ത് വന്ന് കരയാണ്. എടാ നീ എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ, നീ എന്തിനാ ഈ പ്രാവശ്യം പാസ്സായത്? നമ്മൾ അന്നിരുന്ന് പ്രോമിസ് ചെയ്തതല്ലേ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും സപ്ലിമെന്ററി എഴുതാൻ വരാന്ന്. അപ്പൊ അയോട്ട അവിടെ ഇരുന്നിട്ട് ഡാ പാസ്സാവാണ്ട് ഇങ്ങനെടാ ഗ്രാജുവേറ്റ് ആവുന്നേ. എന്നിട്ട് ഉസാമി സോറി ഗായ്സ്, ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറെ കിട്ടി. അപ്പൊ അവര് അത് നട്സുവല്ലേ. എന്നിട്ട് നട്സുവന്റെ അടുത്ത് പോയിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചതെന്ന് പറയാണ് നട്സുവന്റെ അടുത്ത്. എന്നിട്ട് നട്സുവ നോക്കിയിട്ട് മുഖം അങ്ങോട്ട് തിരിച്ചു വെക്കുവാണ്. അങ്ങനെ ക്ലാസ്സിലേക്ക് ക്ലാസ് മാഷ് വരുവാണ്. എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കേ. എന്തായാലും നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞോ, നിങ്ങൾ ഇനി വെക്കേഷനിലാണ്. എന്നിട്ട് സ്റ്റുഡൻസിൽ ഒരാൾ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഹോംവർക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? അപ്പൊ സാർ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ സമ്മർ വെക്കേഷൻ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യേ. നിങ്ങളൊക്കെ വലുതാവുമ്പോ ഓർത്തു വെക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഈ ചെറുപ്രായത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യേ. അതുമാത്രല്ല ഈ പ്രാവശ്യം തോറ്റവരൊക്കെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാറ്. അപ്പൊ അവിടെ പാസ്സാവാത്ത പിള്ളേര് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ റിൻഡാരോയും റിൻഡാരോന്റെ ഫ്രണ്ട്സും കൂടെ വെളിയിൽ പോകാൻ നിൽക്കുമ്പോഴത്തേനും ക്ലാസ്സിലുള്ള പിള്ളേര് വരുവാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഒരുമിച്ച് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് എല്ലാവരും കൂടെ റിൻഡാരോന്റെ അടുത്ത് ഡിസിഷൻ എടുക്കാൻ പറയുവാണ്, എങ്ങോട്ടാ പോവാന്ന് ചോദിച്ചിട്ട്. അപ്പൊ റിൻഡാരോ ബൗളിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ എല്ലാവരും അതിന് സമ്മതിച്ചിട്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിലുള്ളവരൊക്കെ റിൻഡാരോ എന്റെ ടീം, റിൻഡാരോ എന്റെ ടീം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പൊ അതൊക്കെ കേട്ടു വരുന്ന റിൻഡാരോയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ മനസ്സില് കഴിഞ്ഞ സ്പോർട്സ് ഫെസ്റ്റിവൽ മുതല് എന്റെ ക്ലാസ്സിലുള്ളവരുമായിട്ട് ഞാൻ കൂടുതൽ അടുത്ത് വരുവാണ്. ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ഇരിക്കും, എക്സാമിന് ഞാൻ പാസ്സാവും, ക്ലാസ്സിലുള്ളവരെ എല്ലാവരും എന്റെ അടുത്ത് കൂടുതൽ അടുക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ഇനി ഒരിക്കലും ഇതൊന്നും വിട്ടുകൊടുക്കാനേ പാടില്ല. ഇതിനെല്ലാത്തിനും കാരണം ഞാൻ വഗൂരിനെ കണ്ടതുകൊണ്ടാണ് എന്നിങ്ങനെ വഗൂരിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും കിക്കിയോല് പഠിക്കുന്ന പിള്ളേര് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അതിനകത്ത് സബാരും വഗൂരി ഉണ്ടാവും. എന്നിട്ട് റിൻഡാരോ വഗൂരിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ കാണുമ്പോഴത്തേനും ഉസാമി ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാറുവാണ്. പെട്ടെന്ന് നട്സ് വന്ന് അവന്റെ വായ പൊത്തും. എടാ മിണ്ടാതിരിക്കടാ, നമ്മള് അവരുമായിട്ട് കൂട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും. അവരുടെ കൂടെയുള്ള ബാക്കിയുള്ള ക്ലാസ്സിലത്തെ പിള്ളേര് എടാ നിങ്ങൾക്ക് ഈ പിള്ളേരെ ഓർമ്മയുണ്ടോ, അന്ന് നമ്മുടെ സ്കൂൾ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് നിന്ന കുട്ടിയാണത്. അപ്പൊ പെട്ടെന്ന് അവരവിടെ സ്റ്റെക്കായി നിൽക്കുവാണ്. അപ്പൊ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവര് ഡാ നിങ്ങൾ എന്താടാ അന്തം പോയതുപോലെ നിക്കുന്നേ. അപ്പൊ ഉസാമി അതൊന്നുമില്ല, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് റിൻഡാരോനെ നോക്കുമ്പോഴത്തേന് റിൻഡാരോ സ്റ്റക്കായി നിൽക്കുകയാണ് വഗൂരിനെ നോക്കിക്കൊണ്ട്. എന്നിട്ട് ഉസാമി റിൻഡാരോ റിൻഡാരോ നീ എന്താണ് അങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നേ? ആയോട്ടെ ദാ എല്ലാവരും പോയി, വാ നമുക്ക് പോവാ. എന്നിട്ട് റിൻഡാരോ സോറി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഉസാമി റിൻഡാരോന്റെ അടുത്ത് ഡാ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാണ്ട്, നീയും വഗൂരിയും ഡേറ്റിംഗിലാണോ? അത് കേൾക്കുമ്പോഴത്തേനും അയോട്ടയും നട്സുവൻ നെട്ടുവാണ്. അപ്പൊ റിൻഡാരോ വളരെ ടെൻഷനായിട്ട്
അങ്ങനെയൊന്നുമില്ല. എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ ഉസാമി, ഓ നിനക്ക് ഉറപ്പാണോ? അപ്പൊ റിൻഡാരോ, ആ ഉറപ്പാ, പക്ഷേ നിനക്ക് അവളെ ഇഷ്ടാണ് അല്ലേ എന്ന് ഉസാമി റിൻഡാരോന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ, ഞാൻ അങ്ങനെയൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഉസാമി, നീ ഞങ്ങളോട് പറയണമെന്നില്ല. ആ പോകുന്ന രണ്ടുപേർക്കും ഈ കാര്യം അറിയാം. അപ്പൊ അവർ രണ്ടുപേരും ഈ വൃത്തികെട്ടവര് വേറെ ഒരു പണിയുമില്ല എന്ന് കരുതിയിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. എന്നിട്ട് ഉസാമി, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ കാണിക്കുന്ന എന്തൊക്കെയാണെന്ന്. അപ്പൊ റിൻഡാരോയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അവന്റെ മുഖമൊക്കെ ചോക്കുവാണ്. എന്നിട്ട് റിൻഡാരോ അവിടെ ഇരിക്കുവാണ്, അവന് ആകെ വയ്യാണ്ടായിട്ട്. നട്സുവെ ആയോട്ടെ അവന് നമുക്ക് മനസ്സിലായത് അവന് അറിയില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാണ്. അപ്പൊ ഉസാമി, എടാ നിനക്ക് എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കിട്ടോ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് നട്സ് ആയോട്ടെ വന്നിട്ട് അവരൊരൊറ്റ ഇടി ഇടിച്ചിട്ട് അതൊക്കെ അവൻ നോക്കിക്കോളും, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അവരെ വലിച്ചോണ്ട് പോവാണ്. എന്നിട്ട് ആയോട്ടെ റിൻഡാരോനെ നോക്കിയിട്ട്, എടാ നീ പേടിക്കൊന്നും വേണ്ട, ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവനും അവിടുന്ന് പോവാണ്. റിൻഡാരോക്ക് ഇതൊക്കെ കേട്ടിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ട് അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ്, ഇവന്മാർക്കൊക്കെ മനസ്സിലായി, പക്ഷേ എന്റെ ചോദ്യം അതല്ല, വഗൂരിക്കും ഞാൻ കാണിക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമോ? അങ്ങനെ അവരെല്ലാവരും ആ പ്ലേ ഏരിയയിൽ വന്നിരിക്കുവാണ്. ഉസാമി ബൗളിംഗ് ചെയ്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് അത് സ്ട്രൈക്ക് അടിക്കുവാണ്. അപ്പൊ ഉസാമിക്ക് ഒരുപാട് സന്തോഷമായിട്ട്, എന്റെ ടീമിൽ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം, നാളത്തെ ലഞ്ച് നിങ്ങൾ വാങ്ങിച്ചു തരണമെന്ന് ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്ത് പറയുവാണ്. നട്സ് വാ, അടുത്ത് നീയാണെന്ന് പറഞ്ഞിട്ട് നട്സ് എഴുന്നേറ്റ് പോവാണ് ബോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നട്സുവെ സ്ട്രൈക്ക് അടിക്കുകയാണ്. നട്സുവെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അവൻ അവിടെ നിന്ന് തിളങ്ങുവാണ് അവർക്ക് എല്ലാവർക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവര്, നീ എന്താടാ ഇങ്ങനെ, നിന്നെ കാണാൻ വളരെ ഹാൻസം ആയിട്ടുണ്ട്, നീ നന്നായിട്ട് പഠിക്കും, സ്പോർട്സിലും ഗുഡ്, നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? അപ്പൊ നട്സുവ, ഇതിലൊക്കെ എന്തിരിക്കുന്നു, നമ്മൾ ഒരേ ടീമല്ലേ. എന്നിട്ട് അടുത്ത ടീമിൽ നിന്ന് റിൻഡാരോ വന്ന് ബൗളിംഗ് ചെയ്യുവാണ്. അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടിട്ട് അവന് ഒരു അന്തം അല്ലാണ്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അവൻ നിൽക്കുന്ന കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് റിൻഡാരോയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നോക്കുമ്പോ ആ ബോളില് റിൻഡാരോന്റെ വിരല് സ്റ്റെക്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് അവൻ ബോൾ പതുക്കെ ഉരുട്ടി വിടുവാണ്. ബോൾ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഉണ്ടാവില്ല. എന്നിട്ട് റിൻഡാരോ അവിടെ മുട്ടുകുത്തി നിന്നിട്ട്, എന്നോട് ക്ഷമിക്ക്. അപ്പൊ ഓപ്പോസിറ്റ് ടീം അവിടെ ഇരുന്ന് അവരെ കളിയാക്കുവാണ്. നിങ്ങളായിരിക്കും അപ്പൊ നാളെ ലഞ്ച് വാങ്ങി തരുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ റിൻഡാരോന്റെ ടീം, ഇനി ഒരു റൗണ്ടും കൂടെ ഇല്ലേ, ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. എന്നിട്ട് റിൻഡാരോ അവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പൊ അയോട്ടയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്, എന്തോ ഒരു കാര്യം അവനെ അലട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ ആ വെൻഡിങ് മെഷീനിന്ന് ജ്യൂസ് എടുക്കുമ്പോ അവനിങ്ങനെ ആലോചിക്കുകയാണ്, ശരിക്കും ഞാനും വഗൂരിയും ഡേറ്റിംഗിൽ തന്നെയാണോ? ശരിക്കും ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഞാൻ ഒരിക്കലും ഈ ഡേറ്റിങ്ങും കാര്യങ്ങളെയും പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വഗൂരിന്റെ ചിരി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് മതി. അപ്പൊ അവിടെ അയോട്ട വരുവാണ് റിൻഡാരോന്റെ അടുത്തേക്ക്. എന്നിട്ട് റിൻഡാരോ അയോട്ടന്റെ അടുത്ത് സോറി ചോദിക്കുവാണ്, എന്നെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അയോട്ട, അതൊന്നും നീ കാര്യാക്കണ്ട, അത് ഉസാമിയുടെ തെറ്റാണ്. വഗൂരി നീയും ഡേറ്റിംഗിലാണോന്ന് ചോദിച്ചത്. പെട്ടെന്ന് അവൻ കുടിച്ചോണ്ടിരുന്ന ജ്യൂസ് തുപ്പുവാണ്. അപ്പൊ ആയോട്ടെ, നീ ഓക്കെ അല്ലേ? നീ സ്പീഡായിട്ട് എന്തേലും കുടിച്ചാ? അപ്പൊ റിൻഡാരോ, അത് അങ്ങനെയല്ല, നീ ചോദിച്ചത് കൊണ്ടാണ്. അപ്പൊ ആയോട്ടെ, നീ എന്തായാലും അതൊക്കെ വിട്, ഉസാമി ചോദിച്ചത് കൊണ്ട് നീ അത് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എന്നിട്ട് റിൻഡാരോ അയോട്ടനെ വിളിച്ചിട്ട്, എനിക്കൊരു കാര്യം അറിയണം, നിനക്ക് ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് അറിയോ? എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തോണ്ട് ചോദിച്ചതാണ്. എന്നിട്ട് അയോട്ട ചിരിച്ചിട്ട് പറയാണ്, എനിക്കും അതൊന്നും അറിയില്ല. അപ്പൊ റിൻഡാരോ, നിങ്ങൾക്കൊന്നും അറിയാണ്ടാണോടാ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നേ? അല്ല, നീ എന്നോട് ചോദിച്ച ശരി, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നീ നമ്മുടെ ക്ലാസ്സിലുള്ള ആരോടും ചോദിക്കരുത് കേട്ടോ എന്ന് അയോട്ട പറയാണ്. അപ്പൊ റിൻഡാരോ, അതിന് കാരണം എന്ന് ചോദിക്കുവാണ്. അപ്പൊ അയോട്ട, പിന്നെ അവരെല്ലാവരും കൂടെ നിന്ന് നിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലായിരിക്കും പരിപാടി. എന്നിട്ട് അയോട്ട റിൻഡാരോന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുവാണ്, സത്യത്തില് ഈ ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അതിന്റെ ശരിക്കുള്ള മീനിങ് അറിയില്ല. പക്ഷെ നീ ഇങ്ങനെ ഡേറ്റിംഗ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു തന്നെ എന്നെ ഒരുപാട് അതിശയിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഡേറ്റിംഗിന്റെ മീനിങ് അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഇരിക്കട്ടെ, നീ ആദ്യമായിട്ടല്ലേ എന്റെ ഒപ്പീനിയന് വേണ്ടിയിട്ട് എന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നേ? എനിക്കത് വളരെ ഇഷ്ടായി, നിന്റെ ഒരു പ്രോബ്ലം എന്നോട് ഷെയർ ചെയ്തത്. എന്നിട്ട് റിൻഡാരോ അയോട്ടന്റെ അടുത്ത്, എടാ ശരിക്കും എന്നെ കണ്ടാ മനസ്സിലാവുന്നുണ്ടോടാ? അപ്പൊ അയോട്ട, ആടാ നിന്നെ കണ്ടാ മനസ്സിലാവും, പക്ഷെ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ റിൻഡാരോ, എന്ത് സന്തോഷോ? അതെ, നീ നിന്റെ ഫീലിങ്സ് മനസ്സിന്റെ ഉള്ളിൽ വെക്കാണ്ട് നീ വെളിയിൽ കാണിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതേപോലെ നീ അന്ന് നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ മുടിക്ക് കളർ ചെയ്യാനും കാത് കുത്താനുള്ള കാരണങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ, അതൊക്കെ നീ ഞങ്ങളോട് പറഞ്ഞത് നീ ഞങ്ങളെ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ? അപ്പൊ റിൻഡാരോ, അതെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ അയോട്ടയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട്
ആയോട്ടെ റിൻഡാരോന്റെ അടുത്ത് നീ വഗൂരിനെ പറ്റി ആലോചിച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിനെന്താണോ ഉത്തരം അത് നിന്റെ അടുത്ത് തന്നെ വന്നു ചേരും. അതുമല്ലാണ്ട് ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് റിൻഡാരോയ്ക്ക് സമാധാനമാവുകയാണ്. റിൻഡാരോ ആയോട്ടേന്റെ അടുത്ത് താങ്ക്സ് പറയാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ടീമിലുള്ള രണ്ടുപേര് വന്നിട്ട് റിൻഡാരോ വാ സമയായി വന്ന് ബോളിംഗ് ഇട്. അങ്ങനെ അവരവിടെ പോകുമ്പോഴത്തേനും ഉസാമി അടുത്ത് സ്ട്രൈക്ക് അടിച്ച് ചാടിയും കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ആയോട്ട റിൻഡാരോന്റെ അടുത്ത് എനിക്ക് നട്സുവാൻ ആലോചിച്ചാൽ കുറച്ച് കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഉസാമിനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ലല്ലോ. അവൻ കാരണമല്ലേ നിനക്കിപ്പോ പ്രശ്നം ഉണ്ടായത്. അതിന് നീ തിരിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് റിൻഡാരോ ആയോട്ടന്റെ അടുത്ത് എന്നാ നീ നോക്കിക്കോന്ന് പറയുവാണ്. പെട്ടെന്ന് ആ സീൻ അവിടെ കട്ടായി അടുത്ത സീൻ കാണിക്കുന്നത് റിൻഡാരോന്റെ വീട്ടില് അവന്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടേ ഇരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ വന്നത് എടുത്ത് നോക്കുമ്പോ അവന്റെ ഗ്രൂപ്പ് ചാറ്റില് ഉസാമി കിടന്ന് കരയുമായിരിക്കും. എടാ ഫ്രീ ലഞ്ച് ഒന്നും വേണ്ടടാ, എന്റെ കയ്യിൽ കാശില്ല, എന്നെ ഒന്ന് വെറുതെ വിട്. അപ്പൊ നേരത്തെ അവരുടെ ടീമിന് എന്താ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിൻഡാരോ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ ടീമായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക, ഉസാമിയുടെ ടീം തോറ്റിട്ടും ഉണ്ടാവും. അങ്ങനെ അതാലോചിച്ച് ചിരിക്കുവാണ് റിൻഡാരോ. അപ്പൊ പെട്ടെന്ന് ഗ്രൂപ്പില് അല്ല സമ്മർ വെക്കേഷന് നിങ്ങൾക്ക് എന്താ പ്ലാൻ എന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോയ്ക്ക് പെട്ടെന്ന് വഗൂരിനെ ഓർമ്മ വരുവാണ്. സമ്മർ വെക്കേഷന് വഗൂരിന്റെ ഒപ്പം പോയാലോ? അതൊന്നും ശരിയാവില്ല, എന്തായാലും ശരിയാവില്ല. ഈ പ്രാവശ്യവും ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തേലും അവൾക്ക് വേണ്ടി ചെയ്യണം. പെട്ടെന്ന് റിൻഡാരോയ്ക്ക് സബാരുവിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വരുവാണ്. സബാരുവിന്റെ മെസ്സേജ് കണ്ട ഉടനെ ഫോൺ എടുത്ത് മുഖത്തിലിടുവാണ്. ആ മെസ്സേജില് എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്. എന്തായാലും വഗൂരി അതിനെക്കുറിച്ച് നിന്നോട് പറയില്ല. ഈ മാസം 22-ാം തീയതി വഗൂരിന്റെ ബർത്ത്ഡേ ആണ് എന്നാണ് ആ മെസ്സേജ് വരിക. ആ മെസ്സേജ് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.